ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായി നവരാത്രി ആഘോഷത്തിന്റെ 4ാം ദിനം. തിരുവനന്തപുരം ആര്യശാല ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. ആര്യശാല നവരാത്രി ആഘോഷത്തിൽ വേളിമല കുമാരസ്വാമിയെ പ്രതിനിധീകരിക്കുന്ന വെള്ളിക്കുതിരയെയാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ആര്യശാല ക്ഷേത്രത്തിൽ നിന്നും ശ്രീനന്ദ SP തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്വാതി തിരുനാൾ മഹാരാജാവ് ചിട്ടപ്പെടുത്തി നിരവധി നാളുകളായി തുടർന്നു പോകുന്ന ഒരാചാരങ്ങളിലൊന്നാണ്, ആഘോഷങ്ങളിലൊന്നാണ് നവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്ത പൂജകളും അതുപോലെ തന്നെ പരിപാടികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യശാലയാണ്. ആര്യശാല നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി കുമാരസ്വാമിയെ പ്രതിനിധീകരിക്കുന്ന വെള്ളിക്കുതിരയെയാണ് കുടിയിരുത്തിയിരിക്കുന്നത്. കുമാരസ്വാമി അമ്മയായ പാർവതി ദേവിയെ കാണാനും അതുപോലെ തന്നെ ഒന്നിച്ചിരിക്കാനുമാണ് നവരാത്രി നാളുകളിൽ ഇവിടെ എത്തുന്നത് എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും സംഗീത കച്ചേരികളും അതുപോലെ തന്നെ കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരങ്ങളും ഒക്കെ തന്നെ നടക്കുന്ന ഒരു സവിശേഷതയുണ്ട്. ആഘോഷത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലായി പറയുന്നത് നവരാത്രി ആഘോഷ നാളുകളിൽ വേളിമല കുമാരസ്വാമിയെ പ്രതിനിധീകരിക്കുന്ന വെള്ളിക്കുതിരയെ കാണാനായി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അനുഗ്രഹം വാങ്ങാനും അതുപോലെ തന്നെ ആ ഒരു വെള്ളിക്കുതിരയ്ക്കായി നൽകേണ്ട പ്രസാദങ്ങളും പൂജാതി വിഗ്രഹങ്ങളും ഒക്കെ തന്നെ നൽകുന്ന ഒരു കാഴ്ചയുണ്ട്. എല്ലാം നൽകി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുമാരസ്വാമിക്ക് അഭിഷേകങ്ങളും അതുപോലെ തന്നെ പൂജകളും നൽകുന്ന ഒരു ചടങ്ങുണ്ട്. നവരാത്രി മണ്ഡപത്തിലും അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം സംഗീത കച്ചേരികളൊക്കെ തന്നെ അരങ്ങേറുന്നൊരു സവിശേഷമായ ചടങ്ങുകളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇവിടെയും ആര്യശാലയിലും ആര്യശാല ദേവീക്ഷേത്രത്തിലും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സമയബന്ധിതമല്ലാതെ എല്ലാ സമയത്തും വെള്ളിക്കുതിരയെ വന്ന് കാണാനും അനുഗ്രഹം വാങ്ങാനുമുള്ളൊരു അവസരമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി ഭക്തരാണ് മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നത്. എല്ലാ ഭക്തരും ദേവിയെ ഒരു നോക്ക് കാണാനും വെള്ളിക്കുതിരയുടെ അനുഗ്രഹം വാങ്ങാനുമായാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രമാണ്. എന്തായാലും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ ഒരു വരും ദിവസങ്ങളിൽ തിരുവിതാംകൂർ ഒട്ടാകെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രായഭേദമന്യേ എല്ലാവരും തന്നെ ഇവിടേക്ക് ഒരു നോക്ക് കാണാനായി ഭഗവാനെ കാണാനായി എത്തിച്ചേരുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. ഭക്തരെല്ലാവരും തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി ദേവനെ കാണാനും ദേവിയുടെ അനുഗ്രഹം വാങ്ങാനുമായി എത്തിച്ചേരുന്നുണ്ട്. മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ നവരാത്രി ദിനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം, ഇന്ന് 4ാം ദിവസമാണ്, ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടേക്ക് എത്തിച്ചേരുന്നത്.